പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ സ്പെറിക്കൽ മിററിനെ പരിചയപ്പെടുകയാണ്. സ്പെറിക്കൽ മിറർ രണ്ട് തരത്തിലുണ്ട്. കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു കോൺകേവ് മിററാണ്. നോക്കുക, ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ഒരു ഗോളത്തിൻ്റെ അല്ലെങ്കിൽ സ്പിയറിൻ്റെ ഭാഗമായി വരുന്നു. ഈ മിറർ ഈ കാണിച്ചിരിക്കുന്ന പോർഷനാണ് മിറർ കേട്ടോ. ഇത് കണ്ടോ, ഈ ചെറിയ വരയിട്ട് കാണിച്ചിരിക്കുന്നതാണ് മിറർ. ഈ മിറർ ഒരു ഗോളത്തിൻ്റെ പോർഷനായി വരുന്നു. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ സ്പെറിക്കൽ മിറർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതൊരു കോൺകേവ് മിററാണ്. ഞാനതിനെ ഒരു ഗോളത്തിൻ്റെ ഭാഗമാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ കോൺകേവ് മിററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഞാൻ ഈ പി എന്ന് എഴുതിയ വശമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ പ്രതിഫലന തലം, പ്രതിപതന തലം എന്ന് പറയും കേട്ടോ. ഇതാണ് പുറകുവശം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖം നോക്കുന്ന വശമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മൾ മുഖം നോക്കുന്ന വശമാണ്, ഇത് അതിൻ്റെ പുറകുവശമാണ്. അപ്പം റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഇൻവേർഡ്, പ്രതിഫലനതലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിറർ ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം കേട്ടോ. അപ്പോൾ ഇതൊരു കോൺകേവ് ദർപ്പണമാണ്. അതേസമയം റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഔട്ട്വേർഡ്. ഇപ്പം ഞാനിതാ ഇവിടെ ഞാനിങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നത് എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? അതിൻ്റെ പുറകുവശം, അതായത് നമ്മൾ കോട്ട് ചെയ്യുന്നത് അല്ലേ, മിറർ ആകാൻ വേണ്ടി നമ്മൾ കോട്ട് ചെയ്യുന്നത്, സിൽവർ കോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് നോക്കി, ഇതിപ്പം റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഔട്ട്വേർഡ്. ഇതെന്താണ്? കോൺവെക്സ് മിററാണ് കേട്ടോ. അപ്പോൾ ഇത് കോൺകേവ് മിററാണ്, ഇത് കോൺവെക്സ് മിററാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ ഗോളം, അതായത് ഇതങ്ങ് മായ്ച്ചു കളയാം. ഓക്കെ, യെസ്. അപ്പം നമുക്ക് കോൺകേവ് മിററും കിട്ടി, കോൺവെക്സ് മിററും കിട്ടി. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ മിററുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങളുണ്ട്, ടെക്നിക്കൽ ടേംസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നതാണ് ഏത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. അതായത് സെൻറ്റർ ഓഫ് ദ മിറർ വിച്ച് മിറർ ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. അപ്പം ഇപ്പം ഈ മിററിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ട് മിററിൻ്റെ, ഇത് കോൺവെക്സ്, ഇത് കോൺകേവ്, ഇത് ഒരു സ്പിയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. മലയാളത്തിൽ നമ്മളതിനെ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നു. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് ദ സെൻറ്റർ ഓഫ് എ സ്പിയർ വിച്ച് മിറർ ഈസ് എ പാർട്ട്. അപ്പോൾ ഒരു സ്പിയറിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ ആ മിറർ ഏത് സ്പിയറിൻ്റെ ഭാഗമായി വരുന്നതോ ആ സ്പിയറിൻ്റെ സെൻറ്ററാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അതായത് ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമായി വരുന്നതോ, ഈ ഗോളത്തിന്റെ ഭാഗമായിരുന്നല്ലോ, ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇത് കോൺവെക്സ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ. കോൺകേവിൻ്റെ ആണെങ്കിൽ ഈ ഭാഗം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണ് കുട്ടികൾ ഈ മിറർ വരയ്ക്കുന്നത് നമ്മളിങ്ങനെ രേഖപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കോമ്പസ് ഉപയോഗിക്കുക കേട്ടോ. കോമ്പസ് ഉപയോഗിച്ച് കുത്തി എത്ര സെൻറ്റിമീറ്റർ ആണോ നമ്മളതിന് വേണ്ടതെന്നുള്ളത് എടുത്തിട്ട്, അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ കോമ്പസ് അകത്തി, പെൻസിലകത്തി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചാപം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചർ കിട്ടി അല്ലേ, സി. അതായത് വക്രതാ കേന്ദ്രം കിട്ടി. നമ്മൾ ഇപ്പം ഞാൻ കോൺകേവ് മിററിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു മിററിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ സാങ്കേതികത പഠിക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഔട്ട്വേർഡ്, പ്രതിഫലന തലം പുറത്തേക്ക് തള്ളിയിരിക്കുന്ന കോൺവെക്സ് മിററിനെ ഞാൻ മായ്ച്ചു കളഞ്ഞു. നമ്മൾ ടെക്നിക്കൽ ടേംസ് പഠിക്കുമ്പോൾ ഇത് മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണമാണ്.
നമ്മൾ ഇത് പഠിച്ചു, സെന്റർ ഓഫ് കർവേച്ചർ വക്രതാ കേന്ദ്രം. ഇനി നമ്മൾ പഠിക്കുന്നതാണ് പോൾ. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പൊ ഇതിന്റെ മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ്, റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റ് ആണ് പോൾ. പി എന്ന ലെറ്റർ കൊണ്ട് രേഖപ്പെടുത്താം. വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിനെ സി എന്ന ദർപ്പണം കൊണ്ട് രേഖപ്പെടുത്താം, ലെറ്റർ കൊണ്ട് രേഖപ്പെടുത്താം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രിൻസിപ്പൽ ആക്സിസ് അഥവാ മുഖ്യ അക്ഷം എന്ന് പറയും. അത് പിയിൽ കൂടെയും അതായത് പോളിൽ കൂടെയും സിയിൽ കൂടെയും വക്രതാ കേന്ദ്രം സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനാണ് എന്ത്, പ്രിൻസിപ്പൽ ആക്സിസ് കേട്ടോ. ഞാനപ്പോൾ അതിനെ വേറൊരു കളർ കൊണ്ട് രേഖപ്പെടുത്താം, നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ. യെസ്, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രിൻസിപ്പൽ ആക്സിസ് വന്നു. ഇത് സെന്റർ ഓഫ് കർവേച്ചർ വക്രതാ കേന്ദ്രം, ഇത് പോള്, ഇത് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് മലയാളത്തില് മുഖ്യ അക്ഷം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മുഖ്യ അക്ഷം. ഓക്കെ, ഇനിയും അടുത്തത് മിററുമായി ബന്ധപ്പെട്ട മറ്റൊരു സാങ്കേതിക പദമാണ് അപ്പേർച്ചർ. അത് ഈ ഭാഗമാണ് കേട്ടോ, അപ്പേർച്ചർ. വക്രത ഇങ്ങനെ ഈ ഇത്രയും ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫസിന് മുഴുവനായിട്ട് നമ്മൾ എന്ത് പറയുന്നു? അപ്പേർച്ചർ എന്ന് പറയും. ഓക്കെ, ഇനിയും അടുത്തതാണ് ഫോക്കസ്. ഓക്കെ, അതായത് നമ്മുടെ മുഖ്യ ഫോക്കസ് എന്നാണ് മലയാളത്തിൽ പറയുക. പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ ഫോക്കസ്. എങ്ങനെയാണ് ഫോക്കസ് കണ്ടെത്തുന്നതെന്ന് പറയാം. ഇപ്പം നമ്മൾ മുഖ്യ അക്ഷം ഇതാണല്ലോ, ഇതിന് പാരലായിട്ട്, പാരൽ എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട് ദർപ്പണത്തിൽ പതിക്കുന്ന, മിററിൽ പതിക്കുന്ന റേസ്, മിററിൽ പതിക്കുന്ന റേസ്, പാരലായിട്ട് മിററിൽ പതിക്കുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ, ഇവിടെ പതിച്ച് റിഫ്ലക്ട് ചെയ്യൂലോ, പ്രതിപദിക്കൂലോ, ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ചിത്രീകരിക്കാം കേട്ടോ. ഓക്കെ, ഇത് എങ്ങനെയാണ്? പാരലായിട്ട് വന്ന് റിഫ്ലക്ട് ചെയ്യുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന സമാന്തര രേഖകൾ പാരലായിട്ട് പോകുന്നത് കൃത്യമായിട്ടല്ല, നിങ്ങൾക്കറിയാം ബൈ ഹാൻഡ് ആണ്, അളവൊക്കെ എടുത്ത് കൃത്യമായിട്ട് വരച്ചാൽ കിട്ടും. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസ് ത്രൂ, ഞാൻ റിഫ്ലക്റ്റഡ് റേ, അതായത് പ്രതിപതന രശ്മികൾ നീല കളർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസ് ത്രൂ എ പോയിന്റ്. എല്ലാ സമാന്തര പതനരശ്മികളും പതിച്ചതിന് ശേഷം ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്നതായി നമുക്ക് കാണാം. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇത് നമ്മൾ പരീക്ഷണം വഴി ചെയ്യണം. രേഖാചിത്രം വരയ്ക്കുമ്പോൾ, റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ അളന്നെടുത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തിയററ്റിക്കലാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരലായിട്ട് വരുന്ന റേസ് ഒരു പോയിന്റിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ച് നമ്മൾ സൂര്യപ്രകാശത്തെ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ പഞ്ഞിയോ അല്ലെങ്കിൽ കടലാസോ ഒക്കെ കത്തിക്കാം. നല്ല കോൺകേവ് മിറർ ഉപയോഗിച്ച് നമുക്ക് സൂര്യപ്രകാശത്തെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കാം. അത് വിദൂരതയിൽ നിന്ന് വരുന്നതാണ്, അനന്തതയിൽ നിന്ന്, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേസ് ആണ്. ഇതും അതുപോലെ പാരലായിട്ട് വരുന്ന, സമാന്തരമായിട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രതിപദിച്ച് ഒരു പോയിന്റിൽ, ഇതാണ് ഫോക്കസ് കേട്ടോ. ഇതാണ് ഫോക്കസ്. അപ്പൊ കോൺകേവ് മിററിന്റെ ഫോക്കസ് ആണിത്. ഓക്കെ, ഇത് കൺവേർജിങ് മിററാണ്. അപ്പം ഞാൻ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഓക്കെ, നിങ്ങൾ ഫോക്കസ് ഫോർമേഷൻ ഓഫ് എ കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഈ ചിത്രം പഠിച്ചാൽ മതി. ഞാൻ തൽക്കാലം ഇതിനെ ഇവിടെ വെച്ചു. ഓക്കെ, നമ്മളൊരു പോയിന്റ് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത് മൊത്തം ഞാൻ കളയുമ്പോൾ ആ പോയിന്റും പോകും. നമ്മൾ ഏകദേശം ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇവിടെ വേണം വരയ്ക്കാൻ. ഇവിടെ ആയിരുന്നല്ലോ മീറ്റ് ചെയ്തതെല്ലാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇതാണ് ഫോക്കസ്. ഫോക്കസ്. ഓക്കെ, ആ മീറ്റ് ചെയ്ത പോയിന്റ് കുറച്ചുകൂടെ ഒരു ഏകദേശം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഫോക്കസ് എന്ന് രേഖപ്പെടുത്താൻ പോവുകയാണ്. ഫോക്കസ് എന്ന് രേഖപ്പെടുത്തണം. ക്യാപിറ്റൽ എഫ് കൊണ്ടാണ്
നമ്മളതിനെ രേഖപ്പെടുത്തേണ്ടത് ക്യാപിറ്റൽ എഫ്. യെസ്, നമ്മൾ ഫോക്കസ് രേഖപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇനിയും മറ്റൊരു പ്രത്യേകത, അടുത്ത ടെക്നിക്കൽ ടേമാണ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് അടുത്ത ടെക്നിക്കൽ ടേമാണ് ഫോക്കൽ ലെങ്ത്. അത് സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കേണ്ടത് കേട്ടോ. സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് ഫോക്കൽ ലെങ്തിനെ സൂചിപ്പിക്കേണ്ടത്. എന്താണ് ഫോക്കൽ ലെങ്ത്? പോൾ മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഫോക്കൽ ലെങ്ത്. അതായത് ശ്രദ്ധിക്കുക, ഈ ഡിസ്റ്റൻസ് പോള് മുതൽ ഫോക്കസ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണേത് ഫോക്കൽ ലെങ്ത് കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിട്ടുപോയ ഒരു സാങ്കേതിക പദമുണ്ട്. അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് എന്ന് കേട്ടിട്ടില്ലേ? എന്താ റേഡിയസ്? ആരം അല്ലേ? നമ്മൾ മലയാളത്തിൽ ആരം എന്ന് പറയും. അതായത് ഗോളത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും അതിന്റെ പരിധിയിലേക്കുള്ള ദൂരമാണ് റേഡിയസ്, ആരം എന്ന് പറയും. അപ്പം ഈ സി മുതൽ പി വരെയുള്ള ദൂരമാണല്ലോ റേഡിയസ് അല്ലേ? ഇതും റേഡിയസ് അല്ലേ? ഇതും റേഡിയസ് അല്ലേ? ഇതൊക്കെ റേഡിയസ് ആണ് അല്ലേ? അപ്പൊ ഇവിടത്തെ നമ്മൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതാണ് പി മുതൽ സി വരെ. അപ്പൊ ഈ ദൂരത്തിന് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ കേട്ടോ. ഈ ഡിസ്റ്റൻസ് ആണ്, ഈ സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പം നമുക്ക് അതിനും ഒരു ലെറ്റർ ഉണ്ട്. നമ്മളതിനെ ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്, ക്യാപിറ്റൽ ലെറ്റർ ആറാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ? പി മുതൽ സി വരെയുള്ള. അപ്പം നമ്മൾ അതിനെ ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ വിച്ച് മിറർ ഈസ് എ പാർട്ട്. അതായത് ഈ ഗോളത്തിന്റെ റേഡിയസ് ആണ്, ഏത് മിറർ ഭാഗമായി വരുന്ന ഗോളത്തിന്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. മലയാളത്തിൽ പറഞ്ഞാൽ ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ, ഇപ്പൊ ഈ ഇവിടെ ഒരു ഗോളം ഉണ്ടായിരുന്നല്ലോ, ആ ഗോളത്തിന്റെ ആരമാണ് വക്രത ആരം എന്നാണ്. അപ്പം മലയാളത്തിൽ റേഡിയസ് ഓഫ് കർവേച്ചറിന് വക്രത ആരം എന്നാണ് പറയുന്നത്. 2 വീഡിയോ ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മലയാളത്തിൽ ഇംഗ്ലീഷിലും പറയുന്നത് കേട്ടോ. അപ്പം വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ വിച്ച് മിറർ ഈസ് എ പാർട്ട്. അപ്പം ഈ മിറർ ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരം. ഇനി നോക്കുക, ഈ റേഡിയസ് ഓഫ് കർവേച്ചർ ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഇത് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ, ഇത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഈ ഫോക്കൽ ലെങ്തിന്റെ ഇരട്ടിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ഫോക്കൽ ലെങ്തിന്റെ ഇരട്ടിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇപ്പൊ ഫോക്കൽ ലെങ്ത് ഇത് ഇപ്പൊ 5 ആണെങ്കിൽ, ഓക്കെ, ഫോക്കൽ ലെങ്ത് 5 ആണെങ്കിൽ, 5 ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 ആണെങ്കിൽ ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് വക്രത ആരം എത്രയായിരിക്കും? ഫോക്കസ് ദൂരം 5 ആണെങ്കിൽ വക്രത ആരം 10 ആയിരിക്കും കേട്ടോ. മറന്നു പോകരുത്, വക്രത ആരം 10 ആയിരിക്കും. ഞാനിവിടെ 6 10 എന്നിട്ട് കേട്ടോ. അതായത് എഫ് ഈക്വൽ ടു R/2 എന്നോ അല്ലെങ്കിൽ R ഈക്വൽ ടു 2F എന്നോ 2F എന്നോ എഴുതാം, ഫോക്കൽ ദൂരത്തിന്റെ ഇരട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇനിയും അടുത്ത വീഡിയോയിൽ മിററിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് ബേസിക് ആണ്. 8ാം ക്ലാസ്സുകാർക്കും 10ാം ക്ലാസ്സുകാർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, താങ്ക് യു.